സുഹൃത്തുക്കളെ, ഇന്ന് ശ്രീധരിയൻ ചാനലിലൂടെ നമുക്ക് നക്ഷത്രങ്ങളെപ്പറ്റി പഠിക്കാം. ഇത്രയും നാൾ നമ്മൾ രാശികളെപ്പറ്റി ഒരു പൊതുകാര്യം 2025 എന്ന് നടക്കുമെന്ന് നമുക്ക് നോക്കി. ഇനി നമുക്ക് ഓരോ നക്ഷത്രങ്ങളായിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അശ്വതി നക്ഷത്രം, അതിൻ്റെ സ്വഭാവം എന്നിവയെപ്പറ്റി ആദ്യം നോക്കാം. അശ്വതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ ഒന്നാമത്തേതാണ്. അശ്വനി കുമാരന്മാരാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതകൾ. അവർ ദൈവീക വൈദ്യന്മാരാണ്. അതിനാൽ ഈ നക്ഷത്രം സൗന്ദര്യവും വേഗതയും ചികിത്സാശേഷിയും ബുദ്ധിയും നേതൃ സ്വഭാവവും പ്രതിനിധാനം ചെയ്യുന്നു. അശ്വിനി നക്ഷത്രത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പൊതുവെയുള്ള ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. പൊതുവെ ഗുണങ്ങളെ ലഗ്നത്തിനെയും പലതരത്തിലുള്ള ജാതകത്തിൻ്റെ സംയുക്തമായ ഒരു രൂപമാണ്. എന്നാലും നക്ഷത്രത്തിനെ ആസ്പദമാക്കി നമ്മൾ എങ്ങനെയാണ് ഗുണങ്ങളെന്ന് ഏകദേശ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ഒരു കുതിരയുടെ തലയാണ്. നമ്മുടെ അശ്വതി നക്ഷത്രത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആചാര്യന്മാർ കൊടുത്തിരിക്കുന്നത് കുതിരയുടെ തലയാണ്. ആ കുതിരയുടെ തല എന്തിനാണ് കാണിക്കുന്നത്? വേഗതയെ, ഊർജ അല്ലേ? കുതിര എന്ന് പറഞ്ഞാൽ ഊർജമാണ്. പിന്നെ ബുദ്ധി, ഇതിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ കുതിരയുടെ തല കാണിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പം ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ സിംഗിളായിട്ട് പറയുന്ന ഈ നക്ഷത്രത്തിന് പലതരത്തിലുള്ള, അതായത് ഈ അശ്വതി നക്ഷത്രം ഒരു സമൂഹമായിട്ടുള്ള നക്ഷത്രമാണ്. അതായത് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ ഏകദേശം ഒരു കുതിരയുടെ തല പോലെ കാണുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയാറുള്ളത്. അപ്പം ഇതിൻ്റെ ദേവത അശ്വിനി കുമാരന്മാരാണ്. അതായത് നമ്മുടെ ആയുർവേദത്തിലൊക്കെ പിന്നെ ആരോഗ്യത്തിനും ചികിത്സയ്ക്കുമൊക്കെ നമ്മൾ മെയിനായിട്ട് ആയുർവേദാചാര്യന്മാരെ അശ്വിനി ദേവന്മാരെ പൂജിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. കേതുവാണ് ഇതിൻ്റെ ഗ്രഹാധിപതി. സുഹൃത്തുക്കളെ, കേതു എന്ന് പറയുന്നത് നമ്മുടെ 9 പ്ലാനറ്റിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രഹമാണ്. വളരെ എന്താ പറയുന്നത്, അതിനൊരു ആധ്യാത്മികതയും ഒരു രഹസ്യാത്മകവുമായ സ്വഭാവം ഈ കേതുവിനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അതൊരു സിസറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആധ്യാത്മികത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പലതരത്തിലും നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നിന്ന് നമ്മളെ മാറ്റി അത് ആധ്യാത്മികത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രം കൂടി, ഒരു പ്ലാനറ്റ് കൂടിയാണ് കേതു. അതിൻ്റെ ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ തത്വം, അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. നമുക്ക് ഓരോ നക്ഷത്രവും വന്നിട്ട് ഓരോ ഭൂതങ്ങളാൽ പ്രധാനമായ ഒരു ഭൂതത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പം അശ്വതി ഭൂതത്വമാണ് അതിൻ്റെ, അതായത് മണ്ഡത്വമാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. രാജസീക സ്വഭാവമായിരിക്കും. അപ്പം എപ്പോഴും നല്ല സജീവവും ഊർജ്ജസ്വലവുമായിരിക്കും അവർ. അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് നോക്കിയാലേ നല്ല വേഗതയും ബുദ്ധിയും ചിന്തയിലും പ്രവൃത്തിയിലും വേഗതയുമുള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. സാഹസികവും ധൈര്യശാലികളും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയമില്ലാത്തവരും ആരോഗ്യ സംരക്ഷണത്തിനും ചികിത്സയ്ക്കും കഴിവുള്ളവർ. ഇവർ പൊതുവെ പിന്നെ ഈ അശ്വതി നക്ഷത്രക്കാരെ കൊണ്ട് ഒരു മരുന്ന് എടുത്ത് കഴിച്ചാൽ നമുക്ക് അത് കൂടുതൽ എനർജി, നല്ല പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ആചാര്യന്മാർ പറയുന്നതിന് കാരണം വന്നിട്ട് അതിൻ്റെ ദേവത വന്നത് അശ്വതി ദേവന്മാരാണല്ലോ. അപ്പം ഇവർ പൊതുവെ നല്ല ഡോക്ടർമാരും ഹീലർമാരും കൗൺസിലർമാരും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ് കൂടുതലും ഈ പിന്നെ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടതായി കാണപ്പെടുന്നുണ്ട്. പുതുമയുള്ള ചിന്തകളും സൃഷ്ടിപരമായ കഴിവുകളും മാറ്റം കൊണ്ടുവരാനും നവാഗതമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും കഴിവുള്ളവരാണിവർ. സ്വതന്ത്രപ്രിയരായിരിക്കും. അതായത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതിനെ അങ്ങോട്ട് മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അശ്വതിക്കാർ എപ്പോഴും ആയിരിക്കില്ല. അവരവരുടേതായിട്ട് കൺസെപ്റ്റ് എല്ലാ കാര്യത്തിലും വെച്ചിട്ടുണ്ടാവും.
നല്ല ആകർഷണീയമായ രൂപമായിരിക്കും, നല്ല ചുറുചുറുക്കുള്ള സ്വഭാവ ഒരു ഇതായിരിക്കും, ക്യാരക്ടറായിരിക്കും. പക്ഷേ എന്താ ഇവരുടെ ഒരു ഇത്രയും നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ ഇവരുടെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവരെ എപ്പോഴും അശാന്തരായിരിക്കും. ഉള്ളത് ശാന്തമായി ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. ക്ഷമ വളരെ കുറവാണ്, സഹനശക്തിയും വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കാറുമുണ്ട്. പൊതുവെ ഇവർ മരുന്ന് ട്രീറ്റ്മെൻറ്റ് രംഗത്തും ചികിത്സാ രംഗത്തും കായിക രംഗം, വ്യോമയാന മേഖല, സൈനിക സേവനം, മാനേജ്മെൻറ്റ്, വ്യാപാരം, ശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്ക് അനുയോജ്യരാണ്. പുതുവയുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ വ്യവസായത്തിൽ അത്യുന്നതി കൈവരിക്കാൻ ഇവരെ കൊണ്ട് കഴിയും. ധനം സമ്പാദിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ അശാന്തത മൂലം നിക്ഷേപം ശോഭിക്കാത്തവരാകും. ഇത് പല അശ്വതിക്കാർക്കും കണ്ടിട്ടുണ്ട്. അവരെ കൊണ്ട് പല കാര്യങ്ങളും പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് ചിലവാക്കുന്ന രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർ കാണിക്കും. എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇതാണെന്ന് പറയാം, പൈസ സൂക്ഷിക്കുന്ന ആളെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പൈസ സമ്പാദിക്കാനും പൈസ കിട്ടാനും അവർക്ക് നല്ല കഴിവുണ്ട്. ഇവർക്ക് പൊതുവെ അജീർണത, സൈനസ് പ്രശ്നങ്ങൾ, അതുപോലെ BP എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള പ്രഷർ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ കാണാറുണ്ട്. ഒരു പൊതുവെ പ്രാണായാമം, ധ്യാനം എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ആത്മപരിശോധനയേറിയ നക്ഷത്രമാണ്. ആധ്യാത്മികതയോട് ബന്ധമുള്ളവരായിരിക്കും. ലക്ഷ്യസാധനത്തിന് ഏകാഗ്രതയും ക്ഷമയുമുള്ളവരാകണം. ഗണപതി പൂജ ഇവർക്ക് വളരെ നല്ലതായിരിക്കും. കാരണം കേതുവാണ് ഇവരുടെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ ഗണപതി വന്നിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനിയും നമുക്ക് 2025 നമ്മളെല്ലാം അതിന് വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത്. 2025 നമുക്ക് എങ്ങനെയാണ് ഈ അശ്വതി നക്ഷത്രത്തിൽ ഉള്ളവർക്ക് അനുഭവപ്പെടുന്നതെന്ന് നോക്കാം. നമ്മളിപ്പം മെയിനായിട്ട് അശ്വതി നക്ഷത്രത്തിനെ മാത്രമായിട്ടെടുത്ത് സംസാരിക്കുകയാണ്. അതിൻ്റെ രാശിയായ മേട നക്ഷത്രത്തിൻ്റെ പൊതുവായ കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനാരാ? കേതുവാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ നക്ഷത്രാധിപതി, അതായത് രാശ്യാധിപതി ആരാ? മേടത്തിലായിരിക്കുമല്ലോ അശ്വതി നക്ഷത്രം. അതിൻ്റെ രാശ്യാധിപതി ആരാ? ചൊവ്വയാണ്. കേതു നക്ഷത്രം 11ാമത്തെ, അതായത് കേതു ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, കേതു വന്ന് കന്നിരാശിയിലാണ് നിൽക്കുന്നത്. അതായത് ഈ 2025 തുടങ്ങുമ്പോൾ കന്നിരാശിയിൽ നിൽക്കുന്നു. ഇത് നക്ഷത്രാധിപനായിട്ടുള്ള ചൊവ്വയുടെ ഏകദേശം 3-11 ഭാവം എന്ന് പറയും. അതായത് നക്ഷത്ര ശാസ്ത്രം നോക്കുമ്പോൾ 3-11 എന്ന് പറയും. 3-11 വളരെ നല്ലൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ അശ്വതിക്ക് 2025 നല്ല ഭാഗ്യം, നല്ല യാത്രയിലൊക്കെ നല്ല വിജയം, പിന്നെ എന്നാൽ ഒരു ഇടമാറ്റം പ്രതീക്ഷിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നിൽ വെളിനാട്ടിലേക്ക് മാറുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഗ്രഹം മാറി വേറെ എവിടെ താമസിക്കാനോ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് വെളിനാട്ടിലൊക്കെ പോയി താമസിക്കുന്നില്ല, നമ്മൾ അന്യദേശത്തൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ, അങ്ങനെയൊക്കെ നമ്മുടെ സ്വന്തം ഗ്രഹം വിട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പക്ഷെ അതെല്ലാം പോസിറ്റീവായിരിക്കും, അത് നെഗറ്റീവായിട്ടല്ല, എല്ലാം വളരെ പോസിറ്റീവായിട്ട് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ സമയത്ത് പൊതുവെ ജോലിക്ക്, അതായത് കർമ്മകാരനായ ശനി വന്നിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും പിന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടും പൂരട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിലേക്ക് മാറി വരുന്നത് കൊണ്ടും അശ്വതി നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നിട്ട് പോസിറ്റീവായിട്ട് വർക്കാകാൻ തുടങ്ങും. അതുകൊണ്ട് നല്ല ജോലി കാര്യങ്ങളിൽ പ്രമോഷനും, ജോലിയിലുണ്ടായിരുന്ന ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ജോലി കിട്ടാനും, അവരവരുടേതായിട്ടുള്ള പിന്നെ ജോലി, അതായത് അവരവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടാനും, അതിലൊരു സന്തോഷമായ ഒരു സമാധാനമായ ഒരു രീതിയിലേക്ക് മാറാനും ഒക്കെ ഈ ഒരു പീരീഡ് 2025 അശ്വതി നക്ഷത്രക്കാർക്ക് സംഭവിക്കാവുന്നതാണ്. അതുപോലെ 6ാം ഭാവത്തിലുള്ള ശുക്രനും ശനിയും
അത് വന്നിട്ട് തീർച്ചയായിട്ടും വിജയം തരും. ശത്രുക്കളെ വിജയിക്കാനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. ശത്രുക്കളെ വിജയിക്കുകയും ചെയ്യും. കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേസുകളിലൊക്കെ വിജയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ പൊതുവേ അശ്വതി നക്ഷത്രത്തിന് 2025 ഒരു നല്ല സമയമാണ്. ഒരു നല്ല മാറ്റത്തിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിൻ്റേതായിട്ടുള്ള സമയമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഇതിൻ്റെ വേറൊരു ഭാഗം നോക്കിയാൽ പാദശനി എന്ന് പറഞ്ഞാൽ 12ാം ഭാവത്തിലേക്ക് ശനി ഭഗവാൻ വന്നിരിക്കുകയാണ്. നക്ഷത്രശാസ്ത്രം അനുസരിച്ച് വളരെ പോസിറ്റീവാണ്. എന്നാലും 7 ആണ്ട് ശനിയുടെ തുടക്കമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശനി പരിഹാരങ്ങൾ ചെയ്യണം. ശനി ഭഗവാനെ അല്ലെങ്കിൽ അയ്യപ്പനെ വന്ന് പൂജ ചെയ്യണം. അയ്യപ്പനെ പറ്റുമെങ്കിൽ ശനിയാഴ്ച ശനി ഭവനയിൽ പോയി വേണ്ടിയത് ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശനി ഭഗവാനെ എങ്ങനെ നമ്മൾ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിലൊരടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ശ്രമിക്കുക. കഴിയുന്നത് ശാന്ത സ്വഭാവം കൈവരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ശനി ഭഗവാനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് ദോഷം കുറയ്ക്കാൻ വളരെ സഹായിക്കും. അതുകൊണ്ട് 7 ആണ്ട് ശനി നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കണം. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. പൊതുവേ നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മൈനസ് പോയിൻറ്റ്സ് ഉണ്ട്. അത് നോക്കി വേണ്ടിയ മാതിരി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു.